ജോലി അതിന്റെ കൂടെ തുടങ്ങിയിരുന്നു? ജോലി തുടങ്ങിയിട്ടില്ല. അന്ന് എൻ്റെ ഫാദർ വലിയ ബിസിനസ്സുകാരനൊക്കെ ആയതുകൊണ്ട് ഞാൻ ശരിക്കും പറഞ്ഞാൽ പുള്ളിൻ്റെ കീഴിലും നമ്മളിങ്ങനെ പറന്ന് നടക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. അങ്ങനെയാണ് ട്രൂപ്പിൽ കയറി കഴിഞ്ഞപ്പോഴാണ് പിന്നെ ഇവരോട് പോകാനും പിടിക്കാനൊക്കെ അങ്ങനെ തുടങ്ങിയത്. പിന്നെ അതിനുശേഷം അവരുടെ ട്രൂപ്പിൽ നിന്നാണ് പിന്നെ അടുത്ത ട്രൂപ്പുകളിലോട്ടൊക്കെ ഞാൻ പയ്യെ ചേക്കായിരുന്നു. പിന്നെ അതിനുശേഷം നമ്മൾ വിപിൻ സേവർ ഉണ്ടല്ലോ, നമ്മുടെ ഫ്രണ്ട് സിംഗർ, പ്ലേബാക്ക് സിംഗർ, നമ്മുടെ KGF ഒക്കെ നമ്മളെ ക്ലോസ് ഫ്രണ്ടാണ്. അപ്പോൾ അവൻ ഈ കൊച്ചിൻ ടാലൻ്റ് എന്ന് പറഞ്ഞ ഈ ട്രൂപ്പ് രണ്ടായിട്ട് കൊച്ചിൻ ടാലൻറ്റ്സ് പറഞ്ഞ് വേറെ അവർ സെപ്പറേറ്റ് തുടങ്ങി. അതിൽ വന്നപ്പോഴാണ് ഞാൻ ഹിന്ദിയിലോട്ട് കടന്നത്. കാരണം അത് വന്നപ്പോൾ അതിൽ എന്നെയും വിപിനെയും വിളിക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ ഹിന്ദിയും വിപിൻ തമിഴുമായി. അങ്ങനെ ഞങ്ങൾ ഒരുപാട് പരിപാടി കൂടിയുണ്ട്. അതിൽ ഓർമ്മയുള്ളൊരു പ്രോഗ്രാം കൽപ്പറ്റയിൽ, വയനാട് കൽപ്പറ്റയിൽ ഞങ്ങളൊരു പരിപാടിക്ക് കൂടിയതും, പിന്നെ നമ്മളുടെ എന്താ പറയുക, അന്നൊക്കെ കോറസിൻ്റെ കൂടെ നമ്മുടെ കണ്ണൂരൊരു പരിപാടി കൂടിയതും, കണ്ണൂർ പാനൂർ ബീച്ചില്ലേ, ബീച്ചിലൊരു പ്രോഗ്രാം കൂടിയതാണ് എനിക്ക് ഓർമ്മയുള്ളത്. വിപിനായിട്ടുള്ള പിന്നെ ഒരുപാട് പരിപാടി കൂടിയുണ്ട്. അത് കുറേ ഒന്നും ഓർമ്മ കിട്ടില്ല. അങ്ങനെ ഹിന്ദി പിന്നെ അവിടെ നിന്ന് പിന്നെ പുറത്തേക്ക് വിദേശത്തേക്ക് പോയി അല്ലേ? ഇല്ല, വിദേശത്തേക്ക് പിന്നെ ഒരുപാട് നാൾക്ക് ശേഷം പിന്നെ കോറസിലായിരുന്നു. കോറസിൽ 4 വർഷം ഉണ്ടായിരുന്നു. 4 വർഷം കോറസിൽ തന്നെ സ്ഥിരമായിട്ട് 2000-ലാണ് ഞാൻ കുവൈറ്റിലോട്ട് പോണത്. ഞാൻ കുവൈറ്റിൽ ഞങ്ങൾ ലാസ്റ്റ് കോറസുമായിട്ടൊരു വലിയ പ്രോഗ്രാം പോയത് നാഗാലാൻഡാണ്. നാഗാലാൻഡ് പ്രോഗ്രാം യാത്ര ചെയ്തിട്ടുണ്ട്. ഭയങ്കര യാത്രയായിരുന്നത് അത്. ശരിക്കും അങ്ങോട്ട് 5 ദിവസം ട്രെയിനിൽ, പിന്നെ അവിടെ നിന്ന് ഒരു ദിവസം ബസ്. മലയാളി അസോസിയേഷൻ്റെ പരിപാടി ഇവിടെ നാഗാലാൻഡ്. അവരെല്ലാവരും പോലീസ് ഓഫീസൊക്കെ ആണല്ലോ അവരുടെ. അപ്പോൾ അവരാണ് ഞങ്ങളെ പ്രൊട്ടക്ഷൻ ചെയ്ത് കൊണ്ടുപോകണൊക്കെ. ഭയങ്കര ഡേഞ്ചറാണല്ലോ അവിടെ. 2 ദിവസത്തെ ഒറ്റ ദിവസത്തെ പ്രോഗ്രാമേ ഉള്ളൂ ശരിക്കും അവിടെ. പക്ഷേ 3 ദിവസം അവരവിടെ നമ്മളെ നിർത്തിയിട്ടാണ് പിന്നെ വിട്ടത്. വലിയ പരിപാടി അതായിരുന്നു കോറസിൻ്റെ. അപ്പം അന്നും ഈ പറഞ്ഞ പോലെ സിനിമകളിലോ അങ്ങനെ പാടാനുള്ളൊരു ശ്രമങ്ങളൊന്നും നടത്തിയിട്ടില്ല? അതോ എങ്ങനെയായിരുന്നു അന്ന് ഈ ജോലിയുടെയൊക്കെ തിരക്കുകൾ കാരണമായിരുന്നു അത്? അതെ, ഇതിൻ്റെ ഈ തിരക്കും പിന്നെ സിനിമയിൽ പാടാൻ അന്ന് 1-2 അവസരങ്ങൾ കിട്ടിയതാണ് ചെറുപ്പത്തിൽ, ആ കാലഘട്ടത്തിൽ. അതെന്താണ് എനിക്ക് ഓർമ്മയില്ല, അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ കാലഘട്ടത്തിലുള്ള ഓർമ്മകൾ എനിക്കുണ്ട്. അന്ന് എനിക്കൊരു പ്രശ്നം, അന്ന് എനിക്ക് പിന്നെ വന്നത് 1-2 സിനിമയിൽ അഭിനയിക്കാനുള്ളൊരു സംഭവമാണ് വന്നത്. കാരണം ഞാൻ ഈ കൊച്ചിൻ ടാലൻറ്റിൽ പോകുന്ന സമയത്ത്, ഞാൻ നിൽക്കുന്ന സമയത്ത് തന്നെ ഇവർ യാത്ര പോകണം വണ്ടിയിൽ. അപ്പോൾ എന്നെ വിളിച്ച്, നീ വരുന്ന ഒരു ഷൂട്ടിംഗ് ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ തമാശ എന്ന് വിചാരിച്ചു. അപ്പോൾ സീരിയസ് ആണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കയറിപ്പോയി. ചെന്നപ്പോൾ നഗരത്തിൽ സംസാര വിഷയം പറഞ്ഞ ഫിലിം ഉണ്ടായിരുന്നു. ജഗദീഷും സിദ്ദീഖുമാണ് അതിൻ്റെ മെയിൻ. അപ്പോൾ അതിൽ നമ്മളെ എറണാകുളത്ത് ഷാനൈസിൻ്റെ ഓപ്പോസിറ്റ് ഒരു ഒരു എന്തൊരു സീലോഡ്, അങ്ങനെ ഒരു സീലോഡല്ലല്ലോ, അങ്ങനെ ഒരു ബാർ ഉണ്ടായിരുന്നു അവിടെ. അതിൻ്റെ പേര് കിട്ടില്ല, ഇപ്പം ഇല്ല ബാർ ഉള്ളിൽ തന്നെ. അവിടെ നിന്ന് നമ്മുടെ ഒരു ടൈലർ ഷോപ്പൊക്കെ ഉണ്ട്, ഫേമസ് ആയിട്ടൊരു ടൈലർ ഷോപ്പൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ബാറിന് ചിത്രല്ലേ, നടി ചിത്ര പാടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് പാടിക്കൊണ്ടിരിക്കുന്ന അതിൻ്റെ പ്രൊഡ്യൂസർ ഉണ്ട് അനൂപ് തൊട്ട്, പുള്ളിയും കൂടെ പാടുന്നതായിട്ട്. അപ്പോൾ ഇവർക്ക് ഓർക്കസ്ട്ര ആയിട്ടാണ് ഞങ്ങൾ പോകുന്നത്. ഞങ്ങൾ ഓർക്കസ്ട്ര ആ സമയത്ത് പോകുന്ന സമയത്ത് എന്നോട് ചോദിച്ചു, ഞാൻ സാക്സോഫോൺ എടുത്തു. അപ്പോൾ അതിൻ്റെ ഡയറക്ടർ മരിച്ചുപോയി. പുള്ളിൻ്റെ പേര് മാറ്റി. പുള്ളി എന്നോട് ചോദിച്ചു, താൻ ഇത് വായിക്കുന്ന ആളാണോ എന്ന് ചോദിച്ചു എന്നോട്. ഞാൻ പാട്ടുകാരനാണ്. എന്നാൽ മാറിയിരിക്കുന്നപ്പോൾ വേറെ എനിക്കറിയാവുന്നൊരു വ്യക്തി ഓടി വന്നിട്ട് ഞാനിത് വായിച്ചോളാം പറഞ്ഞു. പുള്ളി പിടിച്ചു. അപ്പോൾ ക്യാമറ ഇത്ര ഇങ്ങനെ മുമ്പിലാണ്. അപ്പോൾ പുള്ളി ചോദിച്ചു, ക്യാമറ ഫുള്ള് കിട്ടുമല്ലോ എന്നുള്ള രീതിയിലാണ്. പക്ഷെ എന്നെ പിടിച്ച് ഗിറ്റാറിൻ്റെ അവിടെ ഇരുത്തി. അപ്പോൾ ഞാൻ ഗിറ്റാർ വായിക്കുന്നത്. അന്നത്തെ ദിവസം ഷൂട്ടിങ് കഴിഞ്ഞ് പിറ്റേന്ന് എനിക്ക് പോകാൻ പറ്റിയില്ല. അപ്പോൾ പിറ്റേന്ന് വേറൊരു ആളാണ് പോയത്. ഇപ്പോഴും ഉണ്ട് പുള്ളി പോയിട്ട് എന്നോട് പിറ്റേന്ന് തിരിച്ചു കൊണ്ടുവന്നു, എടാ നിൻ്റെ സീനൊക്കെ കട്ട് ചെയ്തിട്ടാ, കാരണം എൻ്റെ സീനാണ് എടുത്തിരിക്കണം, നീ ഇന്നലെ വന്നില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. പക്ഷേ ചിത്രഹാർ എന്നൊരു സംഭവം ഉണ്ടായിരുന്നു ഒരിടക്ക്. ഈ ചിത്രഹാറിൽ വന്നപ്പോഴാണ് എൻ്റെ നെയ്ബേഴ്സ് പറയണം, നവാസിന് ഇപ്പോൾ കാണിച്ചോളൂ കേട്ടോ TV-യിൽ. അപ്പോൾ എന്താണ് നവാസ് ഇങ്ങനെ ഗിറ്റാർ വായിച്ചുകൊണ്ടിരിക്കുന്നത്, ചിത്ര പാടും കനകതാരമേ എന്നുള്ളൊരു പാട്ടാണ്. ഇത് പാടുമ്പോൾ നവാസ് അപ്പോൾ ഫുൾ എന്നെ കാണിക്കുന്നുണ്ട്. ഞാനില്ലാത്ത ദിവസം പുള്ളിൻ്റെ കയ്യാടുത്ത്. അപ്പോൾ അവിടെ വിഷമമായി. ഞാൻ പറഞ്ഞ കുഴപ്പമില്ല. അങ്ങനെയാണ് ഫസ്റ്റ് ഫിലിമിൽ മുഖം കാണിക്കണം.